ജയറാമിന്റെ മക്കളായ കാളിദാസും മാളവികയും പുതിയൊരു കുടുംബജീവിതം ആരംഭിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. കാളിദാസിന്റെ വിവാഹ നിശ്ചയമായിരുന്നു ആദ്യം നടന്നത്. തരിണി കലിംഗരായരാണ് വധു. തമിഴ്നാട് നീലഗിരി സ്വദേശിയായ തരിണി 2021 ലിവ മിസ് ദിവ റണ്ണറപ്പായിരുന്നു. അറിയപ്പെടുന്ന മോഡൽ കൂടിയാണ് 24-കാരിയായ തരിണി. UK-യിൽ ചാർട്ടേഡ് അക്കൗണ്ടന്റായ നവനീതാണ് മാളവികയുടെ വരൻ. ഇരുവരുടെയും വിവാഹ നിശ്ചയത്തിന്റെ ചിത്രങ്ങളും വീഡിയോകളും വൈറലായിരുന്നു. വിവാഹ നിശ്ചയ ചിത്രങ്ങൾ പുറത്തു വന്നപ്പോൾ എല്ലാവരെയും ആകർഷിച്ചത് ചടങ്ങുകൾക്കായി ഒരുക്കിയ വിവാഹവേദിയും മറ്റുമായിരുന്നു. കാളിദാസിന്റേതിന് ഒരുക്കിയതിൽ നിന്നും വളരെ വ്യത്യസ്തമായാണ് കൂർഗിൽ നടന്ന മാളവികയുടെ വിവാഹ നിശ്ചയത്തിന്റെ വേദി അലങ്കരിച്ചിരുന്നത്. എലീസിയൻ ഡ്രീംസ്കേപ്സ് ഇവന്റ് പ്ലാനിംഗ് കമ്പനിയാണ് എല്ലാം ഒരുക്കിയതെന്ന് കാളിദാസും മാളവികയും സോഷ്യൽ മീഡിയയിൽ കുറിച്ചിരുന്നു. എന്നാൽ അതിന്റെ സ്ഥാപകരിൽ ഒരാൾ ദേശീയ അവാർഡ് ജേതാവ് കൂടിയായ യുവനടി അപർണ ബാലമുരളിയാണെന്ന കാര്യം അധികമാർക്കും അറിയില്ലായിരുന്നു. അപർണ തന്നെയാണ് താൻ പുതിയൊരു ബിസിനസ് ആരംഭിച്ച വിവരം സോഷ്യൽ മീഡിയ വഴി ആരാധകരെ അറിയിച്ചത്. അപർണയ്ക്കും ഇത് വശമുണ്ടോ എന്നുള്ള അത്ഭുതം നിറഞ്ഞ ചോദ്യമാണ് ആരാധകരെല്ലാം ഒന്നടങ്കം ചോദിച്ചത്. കാരണം അത്രത്തോളം മനോഹരമായാണ് കാളിദാസിനും മാളവികയ്ക്കും വേണ്ടി അവരുടെ സ്വപ്ന നിമിഷത്തിനുള്ള വേദി അപർണ ഒരുക്കിയത്. ഈ യാത്രയിൽ നിങ്ങളോടൊപ്പം പങ്കുചേരുന്നതിൽ നന്ദിയും സന്തോഷവുമുണ്ട്. വെറുതെ ഒരു ഇവന്റ് സംഘടിപ്പിക്കുക എന്നതിലുപരി ഞങ്ങളെ ഏൽപ്പിക്കുന്ന ഓരോ നിമിഷങ്ങൾക്കും വികാരങ്ങളും സ്നേഹവും നെയ്തെടുക്കാനാണ് എലീസിയൻ ഡ്രീംസ്കേപ്സ് ലക്ഷ്യം വെക്കുന്നത്. നിങ്ങളുടെ സ്വപ്നങ്ങളുടെ ക്യാൻവാസ് വരക്കുന്ന ഓരോ നിമിഷവും അഭൗമ സൗന്ദര്യത്തോടെ വരച്ചു ചേർക്കുക എന്നതാണ് നമ്മുടെ സന്തോഷം എന്നാണ് അപർണ കുറിച്ചത്. അപർണ ഒറ്റയ്ക്കല്ല പുതിയ സംരംഭം നടത്തുന്നത്. സുഹൃത്ത് മഹേഷ് രാജനാണ് കമ്പനിയുടെ സ്ഥാപകൻ. കാളിദാസിന്റെ വിവാഹ നിശ്ചയത്തിന് ശേഷമുള്ള പാർട്ടിയും ഒരുക്കിയത് അപർണയും മഹേഷുമാണ്. മഹേഷ് ഒരു ഛായാഗ്രഹകൻ കൂടിയാണ്. കാളിദാസുമായും മാളവികയുമായും അടുത്ത സൗഹൃദം അപർണയ്ക്കുണ്ട്. കാളിദാസിന്റെ വിവാഹ നിശ്ചയത്തിന് ശേഷം നടന്ന പാർട്ടിക്കിടയിൽ സുഷിൻ ശ്യാം ഒരുക്കിയ സംഗീത വിരുന്നിൽ അപർണ പാട്ട് പാടുന്നതൊക്കെ നേരത്തെ വൈറലായിരുന്നു. കാളിദാസിന്റെ വിവാഹ നിശ്ചയ വീഡിയോയിൽ അപർണയെ കണ്ടപ്പോൾ സുഹൃത്തുക്കളായതുകൊണ്ട് പങ്കെടുത്തതാകാം എന്നാണ് ആരാധകർ കരുതിയത്. മിസ്റ്റർ ആൻഡ് മിസിസ് റൌഡി എന്ന സിനിമയിൽ ഇരുവരും ജോഡികളായി അഭിനയിച്ചിരുന്നു. ഗായിക കൂടിയായ അപർണ ഒരു ആർക്കിടെക്റ്റുമാണ്. ധൂമം, പത്മിനി എന്നിവയാണ് അവസാനം പുറത്തിറങ്ങിയ അപർണ ബാലമുരളി സിനിമ. രണ്ടും തിയേറ്ററിൽ സമ്മിശ്ര പ്രതികരണമാണ് നേടിയത്. അതേസമയം കാളിദാസിന്റെ വിവാഹത്തിന് മുൻപ് മാളവികയുടെ വിവാഹമാകും ആദ്യം നടക്കുക. പാർവതി തന്നെ ഇക്കാര്യം പറഞ്ഞിരുന്നു. തന്റെ മക്കളുടെ എണ്ണം 4 എന്നാണ് കണ്ണന്റെയും ചക്കിയുടെയും വിവാഹ നിശ്ചയം കഴിഞ്ഞപ്പോൾ ജയറാം പറഞ്ഞത്. മാളവിക ചില പരസ്യങ്ങളിലും മ്യൂസിക് വീഡിയോയിലും അഭിനയിച്ചിരുന്നു. പാലക്കാട് നെന്മാറ കീഴേപ്പാട്ട് കുടുംബാംഗവും UN-ലെ മുൻ ഉദ്യോഗസ്ഥനുമായ ഗിരീഷ് മേനോന്റെയും വത്സയുടെയും മകനാണ് മാളവികയുടെ വരൻ നവനീത്. മഞ്ഞയും ഓഫ് വൈറ്റും ചേർന്ന തീമിലുള്ള വസ്ത്രങ്ങളാണ് വിവാഹ നിശ്ചയത്തിൽ മറ്റു കുടുംബാംഗങ്ങൾ ധരിച്ചത്. മഞ്ഞ നിറത്തിലുള്ള കുർത്തയായിരുന്നു കാളിദാസിന്റെ വേഷം. മഞ്ഞ സാരിയാണ് കാളിദാസിന്റെ ഭാവി വധു തരിണി തിരഞ്ഞെടുത്തത്. ക്രീം നിറത്തിലുള്ള എംബ്രോയിഡറി സാരി പാർവതിയെ കൂടുതൽ സുന്ദരിയാക്കി. ഓഫ് വൈറ്റ് നിറത്തിലുള്ള മുണ്ടും ഷർട്ടുമാണ് ജയറാം ധരിച്ചത്.